ഹലോ, നമ്മളിത് ഓണത്തിന് എടുക്കുന്ന വീഡിയോ ആണ്. ഉത്രാട ദിവസത്തെയാണ് കേട്ടോ. രാവിലെ തന്നെ ചെറിയ മഴയോട് കൂടിയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഉത്രാട ദിവസം ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ പൂവൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം സ്പോട്ടായ നമ്മുടെ അമ്പലത്തിലെ ചെമ്പരത്തി പൂക്കളാട്ടോ പറിക്കുന്നത്. മഴ ചെയ്തുകൊണ്ട് തന്നെ കുറേ മാങ്ങാനറിപ്പൂക്കളും പിന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ വാടിയ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വെള്ളം വീണിട്ട്. പിന്നെ ചെമ്പരത്തി പൂവാണെങ്കിൽ അത് മഴയാണെങ്കിലും എപ്പോഴാണെങ്കിലും നല്ല ഭംഗി തന്നെ എപ്പോഴും ഇരിക്കുമല്ലോ. അപ്പോൾ ഇതേ ഒത്തിരി പൂക്കളുണ്ട്. പൂക്കളൊക്കെ നല്ല ഹൈറ്റിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ താഴെ തന്നെ ഒരുപാട് പൂവുണ്ടായിരുന്നു. അപ്പോൾ താഴെയുള്ള പൂവൊക്കെ പൊട്ടിച്ചു. രാവിലെ എപ്പോഴും നമ്മൾ പൂവ് പൊട്ടിക്കാൻ എത്തുന്ന സമയത്ത് തറവാട്ടിലെ നായ്ക്കുട്ടി ഓടി വരികയായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അവർ ട്രിപ്പിന് പോയ കാരണം ആളിനെ കൂട്ടിലിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവളെ ഒന്ന് കണ്ടിട്ട് വരാം. ബ്ലാക്കി 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 ബ്ലാക്കിനെ കൂട്ടിലടിച്ചാ അവളെ കൂട്ടിലടിച്ച അവൾക്ക് സങ്കടമാണ്. തുറക്കാൻ കാണിച്ചായിരുന്നു ബ്ലാക്കി. ഇന്ത്യന് ഇവിടെ തുറന്നായിരുന്നോ? തുറക്കാൻ കിട്ടുന്ന ബ്ലാക്കി. ബ്ലാക്കി കൂട് തുറന്നാരാണ്? കൂട് തുറക്കാൻ അറിയില്ല. കൂട് തുറക്കാൻ അറിയില്ലേക്ക്. ഞാൻ പോയിട്ട് കുറച്ച് വരാം. ടാറ്റാ പോട്ടെ. രാവിലെ എപ്പോഴും ഓടി വരില്ലേ എൻ്റെ അടുത്തേക്ക്? ബ്ലാക്കി ഞാൻ ഡോറ് തുറക്കണ വിചാരിച്ചിട്ട് ശ്രദ്ധിച്ച് നോക്കണേ ബ്ലാക്കി. അവൾക്ക് സന്തോഷം. ഞാൻ ബ്ലാക്കിനെ പറ്റിച്ചു. പറ്റുന്നില്ല ബ്ലാക്കി, തുറക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ. പൂ പറഞ്ഞു വരുന്നുണ്ട്. ബ്ലാക്കി പോട്ടെട്ടോ. ഞാൻ പൂവൊക്കെ ഇട്ടിട്ട് വരാട്ടോ. ഓക്കെ? എന്തൊക്കെ ഈ പറയണ്? ടാറ്റാ, ഞാൻ പൂവിട്ടിട്ട് വരാം. ബായ്. ഡോറ് തുറക്കട്ടെ. ബ്ലാക്കിനെ പറ്റിച്ചു. തുറക്കാൻ പറ്റില്ല. നമ്മുടെ ബ്ലാക്കിക്ക് കൂട്ടിൽ കിടക്കാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അതിൻ്റെ സങ്കടം പറിച്ചിലായിരുന്നു കേട്ടോ നമ്മളിവിടെ കണ്ടത്. പിന്നെ ഇവിടെ നമുക്ക് മറ്റ് നായകളിൽ നിന്ന് അപേക്ഷിച്ച് നമ്മുടെ ബ്ലാക്കിക്ക് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് അവളിനെ നമുക്ക് കിട്ടിയ നാൾ മുതൽ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഇതേ കുറച്ച് കുരയ്ക്കുന്നതിന് പകരം ഇങ്ങനെ കൂക്കി വിളിക്കുന്നതെങ്കിലും ഉണ്ട് കേട്ടോ. പിന്നെ പതുക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതേ അവൾക്ക് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇനി നമുക്ക് പൂക്കളൊക്കെ പറിച്ച് പൂവിടാണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. അതേ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ്. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ പൂ പറിക്കും തോറും അതിൻ്റെ ഇരട്ടി പിറ്റേ ദിവസം ഉണ്ടാവുന്നത് കേട്ടോ. അത് വളരെ കറക്റ്റാണ്. നമ്മളിതേ 10 ദിവസമായിട്ട് ഓണത്തിന് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലിതാ ഒത്തിരി ശംഖുപുഷ്പം ഉണ്ടായിട്ടുണ്ട്, വെള്ള കളർ ഉണ്ടായിട്ടുണ്ട്, നീല കളർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ചായയിൽ അധികം ഇട്ട് കുടിക്കാറില്ല. പിന്നെ ഇതുപോലെ പൂക്കളിടാനാണ് കൂടുതൽ ഉപയോഗിക്കുക. നമ്മുടെ മഴ ദേ വീണ്ടും ചാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ എൻ്റെ കയ്യിൽ നിന്നൊരു സാധനം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വേറെ ഒന്നും അല്ല, ശംഖുപുഷ്പമാണ് കേട്ടോ. ശംഖുപുഷ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചെറിയ ഷോർട്സുകളിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളിത് രാവിലെ ചായക്ക് പൊട്ടിക്കുന്ന സമയത്ത് വെറുതെ 2 പൂവ് കൊടുത്തു നോക്കിയിട്ടോ. നോക്കുമ്പോൾ ആളത് കഴിച്ചു. പിന്നെ നമ്മൾ പൊട്ടിക്കുന്നത് കണ്ടിട്ട് മുറ്റത്ത് വന്നിട്ട് അവൾ ഇന്ന് തന്നെ സ്വയം പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ.
അപ്പോൾ പിങ്കി അതിൻ്റെ ഒരു കാത്തിരിപ്പിലാണ്. അങ്ങനെ നമ്മളിതേ പൂക്കളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ഓണത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പൂവ് മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ. പിന്നെ തികഞ്ഞില്ലെങ്കിൽ വീണ്ടും പോയി പൊട്ടിക്കാമല്ലോ. പിങ്കി ഈ ഒരു കാശിത്തുമ്പ നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോണ വഴിയിൽ നമ്മൾ അവിടുത്തെ റോഡ് സൈഡിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ടുവന്ന തൈകളാണ്. പിന്നെ അത് കറക്റ്റ് ഈ ടൈം ആയപ്പോഴേക്കും ഒത്തിരി കാശിത്തുമ്പകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണില്ലേ ഈ പൂക്കളൊക്കെ കാണാൻ. സത്യം പറഞ്ഞാൽ ഇതുപോലെ ഓണം വരണം നമ്മുടെ ചുറ്റുമുള്ള ഭംഗിയുള്ള പൂക്കളൊക്കെ കാണണമെങ്കിൽ. അങ്ങനെ നമ്മൾ ഇത്രയും പൂക്കളാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. നമ്മളിവിടെ 1-ാം ഓണം മുതൽ 4-ാം ഓണം വരെ സദ്യ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സദ്യയുടെ വിശേഷങ്ങൾ നോക്കാം. ഇന്ന് നമ്മൾ ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കും. രാവിലത്തെ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ അമ്മയാണ് ചെയ്യാറ്. ഞാൻ ഇതുപോലെ തേങ്ങ ചിരകി കൊടുക്കും, അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ നോക്കി കൊടുക്കും കേട്ടോ. കാരണം അമ്മയുടെ സദ്യ ഒരുക്കങ്ങൾ കഴിയുമ്പോഴേക്ക് എൻ്റെ പൂക്കളിടൽ കഴിയുള്ളൂ. ഞാനിവിടെ സദ്യക്കുള്ള നാളികേരം ആദ്യം തന്നെ മുഴുവനായിട്ട് ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഓരോന്നുണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരമായി വരുന്ന കുറച്ച് വിരുന്നുകാരാണ് കേട്ടോ ഇവർ. ഈ 2 കാക്കകൾ എപ്പോഴും വരും കേട്ടോ. ഇതുപോലെ കുഞ്ഞിക്കിളികൾ വരും, പിന്നെ ലവ് ബേർഡ്സ് വരും, പിന്നെ ഇടയ്ക്ക് തത്തമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇവർക്ക് ഇതുപോലെ മതിലിൽ ചോറിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ തോട്ടത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ മത്തം മുറിച്ചങ്ങനെ സദ്യക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കിതിൻ്റെ ഒരു വീഡിയോ എടുക്കാം, മത്തം മുറിക്കുന്ന വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കാമ്പുള്ള മത്തനായിരുന്നു. പിങ്കി ഇതാണ്ടോ അമ്മയുടെ കൂടെ നിൽക്കുന്നത്. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡ് ഐറ്റമാണ് കേട്ടോ മത്തൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിരക്ക് പിടിക്കലാണ് കേട്ടോ അവളുടെ. പിങ്കിയുടെ ഒരു ആയിരപ്പെടാ. ഇത് നമ്മുടെ അമ്മമ്മയുടെ വീടിൻ്റെ അവിടുത്തെ തൊടിയിൽ നിന്ന് പൊട്ടിച്ചതാണ് കേട്ടോ. സാമ്പാർ ചീരയാണ്. അപ്പോൾ നമുക്ക് സാമ്പാറിൻ്റെ കൂടെ ഇടാം. ഇത് തനിയെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വെറുതെ ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഇത് തനിയെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ സാമ്പാറിൻ്റെ കൂടെ ഇടാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ സാമ്പാറിലേക്ക് വേണ്ട മല്ലിയില കറിവേപ്പിലൊക്കെ എടുത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അമ്മ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു. പിന്നെ രാവിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗോതമ്പ് പുട്ടും പിന്നെ ചെറുപഴമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അമ്മ സാമ്പാറിലേക്കുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയാണ്. അപ്പോൾ ഞാനും കുളി കഴിഞ്ഞ് ഗോതമ്പ് പുട്ടും പഴമൊക്കെ കഴിച്ചു. ഇനി നമുക്ക് പൂക്കളിടാം കേട്ടോ. കാരണം എനിക്ക് പൂക്കളിടാൻ ഒത്തിരി സമയം വേണം. അപ്പോൾ നമ്മൾ പൂക്കളിടുമ്പോൾ കൂടെ തന്നെ പിങ്കീനെയും കൂട്ടാറുണ്ട്. അപ്പോൾ പിങ്കിക്കും രാവിലെ എൻ്റെ കൂടെ തന്നെ തക്കാളി കുഴച്ചിട്ട് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പൂക്കളൊക്കെ ഒന്ന് ന്യൂസ് പേപ്പറിൽ കൊട്ടി ഒന്ന് വേർതിരിച്ച് വെക്കണം. ഞാനെപ്പോഴും പൂക്കളൊക്കെ ആദ്യം ഒന്ന് വേർതിരിച്ച് വെക്കും കേട്ടോ. എന്നിട്ട് ആണ് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കുക. നമ്മൾ പറിച്ച പൂവുകൾ കൂടാതെ തറവാട്ടിൽ നിന്ന് അവർ മേടിച്ച കുറച്ച് പൂക്കൾ കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഇല്ലാതെ ഞാൻ അങ്ങനെ ഇട്ട് പോവാറാണ് പതിവ്. അപ്പോൾ നമ്മളുടെ ക്യൂട്ട് ഗേൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ പൂക്കളം കാണാൻ.
നമ്മളിവിടെ ഓരോ പൂവിൻ്റെയും അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ ചെമ്പരത്തി പൂവ്. എനിക്കിത് ഭയങ്കര ഇഷ്ടട്ടോ, നല്ല ഭംഗിയാട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതും കൂടി ഇടണമെന്നുണ്ട്, പക്ഷെ ഇത് പൂവല്ലാത്തതുകൊണ്ട് വേസ്റ്റ് ആയതുകൊണ്ട് ഇടാൻ പറ്റില്ല എന്ന് മാത്രം. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. പുറത്തിപ്പോഴും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിതേ ടൈൽസൊക്കെ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതേ പൂവൊക്കെ ഇടാൻ തുടങ്ങി. പൂവിട്ട് തുടങ്ങിയപ്പോൾ നമ്മുടെ നീല ശംഖുഷ്പത്തിൻ്റെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കിൽ നമ്മൾ ചെമ്പരത്തി പൂവ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത റൗണ്ട് വരുന്നത് വൈറ്റാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കുറവ് വരും വിചാരിച്ചു. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് പൊട്ടിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒത്തിരി പൂവുണ്ട്. ഇങ്ങനെ മാടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ചും കൂടി നീല ശംഖുഷ്പവും വെള്ള ശംഖുഷ്പവും പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങനെ ഈ റൗണ്ടായിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കാരണം അത്യാവശ്യം കുറേ പൂക്കളുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ശംഖുഷ്പം ഇട്ടു, പിന്നെ ചെമ്പരത്തി വീണ്ടും ഇട്ടു. അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഈ വിളക്കൊക്കെ വെച്ചു. അമ്മയുടെ സദ്യയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ പൊടികൾ, ചെണ്ടുമല്ലിൻ്റെ പൊടിയെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തു കേട്ടോ. കാരണം എങ്ങനെ നോക്കിയാലും പിന്നെ നമുക്ക് നടക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടാണ് ഇട്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇത് നന്നായിട്ടുണ്ടെന്ന്. പിന്നെ അമ്മയും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉത്രാടപ്പൂക്കളത്തിൻ്റെ ഒരു ഫൈനൽ വ്യൂ പറയുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ തന്നെ ഇട്ട് ഞാൻ തന്നെ ഇതിനെ പുകഴ്ത്തി പറയുകയാണ്. കാരണം ഇത് കാണുമ്പോൾ എല്ലാ പൂക്കളും കൂടി മിക്സ്ഡ് ആയതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നി. അച്ഛനിടയ്ക്ക് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പൂവ് വേണോ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി വേണ്ട, നമുക്കിനി നാളെ നോക്കാൻ പറഞ്ഞു. അതിനിടയ്ക്ക് പച്ചക്കറി വണ്ടി ഇതേനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 കിലോ തക്കാളി 100, 4 കിലോ സവാള 100 പറഞ്ഞിട്ട്. അപ്പോൾ തക്കാളി കണ്ടില്ലേ, തക്കാളി കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെയാണ് പിങ്ങി. അപ്പോൾ നല്ല സവാളയും നല്ല തക്കാളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഓണമായിട്ട് പോലും പച്ചക്കറിക്ക് നല്ല വിലയൊന്നും ഇല്ല കേട്ടോ. നമ്മളിവിടെ അധികവും ചെറിയ ഉള്ളി ഉപയോഗിക്കാറില്ല കേട്ടോ. ഇതുപോലെ സവാള തന്നെ ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ സവാളയാണ് മേടിക്കാറ്. എങ്കിൽ പിന്നെ പകുതി മുറിച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അമ്മ പിങ്കിക്ക് തക്കാളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സദ്യയിലോട്ട് കിടക്കാം. ഞാൻ ഇലയൊക്കെ പോയി വെട്ടിക്കൊണ്ട് വന്നു. അമ്മ ഇന്നുണ്ടാക്കിയത് ചക്കപ്പായസമാണ്. ചക്കപ്പായസം എല്ലാവർക്കും ഇഷ്ടമാണ്. അമ്മ അങ്ങനെ ഉത്രാട സദ്യക്ക് വേണ്ടിയിട്ട് വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഭഗവാനെ നേദിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഇലയിൽ സദ്യ വിളമ്പും. പിന്നെയാണ് കേട്ടോ നമുക്കൊക്കെ വിളമ്പുക. ടേബിളിൽ നമ്മൾ ഇലയൊക്കെ വെച്ച് നമ്മുടെ സദ്യയുടെ വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അമ്മ ഭഗവാന് വേണ്ടിയിട്ട് സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വീട്ടിൽ ഇപ്രാവശ്യം ഉണ്ടായ ചെറുപഴമാണ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മുടെ വീട്ടിലുണ്ടായ മത്തൻ കൊണ്ടും അതുപോലെ ചെറുപഴം കൊണ്ടൊക്കെയാണ് ആദ്യത്തെ ഒന്നാം ഓണസദ്യ തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഭഗവാനെ നേദിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇരിക്കണതിന് മുന്നേ തലയിൽ വെച്ചിട്ട് അനുഗ്രഹിക്കും അമ്മ. അതിന് ശേഷമാണ് നമ്മൾ സദ്യ കഴിക്കാൻ തുടങ്ങുക കേട്ടോ. അപ്പം നമ്മൾ അതിന് മുൻപ് നമ്മുടെ പിങ്കിക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ പിങ്കിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സദ്യയൊക്കെ കൊടുത്തപ്പോൾ അവൾ കഴിച്ചിട്ടുണ്ടായില്ല അധികം. അപ്പം നമ്മൾ മത്തൻ കൂട്ടി കൊടുക്കാൻ വിചാരിച്ചു. മത്തനൊരു പപ്പടമൊക്കെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ പിങ്കിക്ക് അമ്മ സദ്യയൊക്കെ വിളമ്പിയിട്ടുണ്ട്. കുറച്ച് അവിയലൊക്കെ വിളമ്പിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സദ്യ ആദ്യമായിട്ട് ഈ പ്രാവശ്യത്തെ പിങ്കിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഞാനും ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളും ആദ്യത്തെ ഉത്രാട സദ്യ ഈ വർഷത്തെ കഴിക്കാൻ തുടങ്ങുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ടാണ് കഴിക്കുന്നത്.
അമ്മയുടെ മത്തൻ കൂട്ടുകറി പിങ്കിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അവളിതാണ്ടോ ടേബിളിൻ്റെ അടിയിൽ വന്ന് നിൽക്കുന്നുണ്ട് ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ദേ അമ്മ ദാ ചക്കപ്പായസം കഴിക്കുകയാണ് കേട്ടോ. ചക്കപ്പായസത്തിൽ ദേ പപ്പടമൊക്കെ പൊട്ടിച്ചിട്ടാണ് കഴിക്കുക. ഞാനെപ്പോഴും സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് കപ്പിലാണ് കഴിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പിങ്കിക്കല്ല ബ്ലാക്കിക്കുള്ള ഓണസദ്യയായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പിങ്കീനെയും കൊണ്ടുപോകുന്നുണ്ട്. പിങ്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്കീനെ. പക്ഷേ അവളുടെ പുറത്തേക്കൊക്കെ ഓടി പോണ കാരണം നമ്മൾ അവരായിട്ട് ടച്ച് ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ബ്ലാക്കിക്ക് ഓണസദ്യയൊക്കെ കൊടുത്തു. ദേ വീണ്ടും ചെറിയ ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പം അമ്മ പിങ്കിനെയും കൊണ്ട് വീണ്ടും പോവുകയാണ്. ഞാനിതാ നിങ്ങൾക്കൊരു നൊസ്റ്റു ഫീൽ ചെയ്യുന്നൊരു സംഭവം കാണിച്ചു തരാവേ. ഇതാണ്ടോ മഴത്തുള്ളികൾ പണ്ട് നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കണ്ണിലൊട്ടിക്കില്ലേ. അപ്പോൾ ആ ഒരു വൈബുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോഴേക്കും എന്താ ഇവിടെ വീണ്ടും മഴ നല്ല പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനിതാ ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് നിന്നതാണ്. അപ്പോൾ അത് വേഗം വീട്ടിലോട്ട് പോന്നു കേട്ടോ. പിങ്കിതാ ഞാൻ ബ്ലാക്കിൻ്റെ അടുത്ത് അധികം ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല. അവളിതാ ശംഖുപുഷ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, അതിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ അവളിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. അവൾക്കത് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അവൾ കുറച്ചുകൊണ്ടേയിരിക്കും, നിർത്താതെ കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവളിങ്ങനെ ടെറസിന് മുകളിലാണെങ്കിൽ ഓടി വരും കേട്ടോ. അപ്പോൾ അവൾക്ക് ആ ഒരു സൗണ്ട് കിട്ടിയാൽ മതി, അവൾ കുറച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മയുടെ ടി വിയിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സൗണ്ട് കാരണം അവളുടെ കുരയ്ക്കുന്ന സൗണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല, പിന്നെ കോപ്പിറൈറ്റ് വരുള്ളൂ. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ ഇന്നത്തെ ഉത്രാട സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് ടി വിയൊക്കെ കണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ അതിന് മുൻപ് അമ്മ പൂക്കളൊക്കെ ഇറക്കി തിന്നതിന് പിങ്കിയായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. അപ്പോൾ നമുക്കതൊന്ന് കാണേ. അമ്മനെ തല്ലുന്നോ? അമ്മനെ തല്ലുന്നോ? അമ്മനെ തല്ലോ? അമ്മനെ തല്ലുന്നോ? തല്ലണ്ടോ? നല്ല തല്ലട്ടെ 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 തല്ലണ്ടാണോ? അമ്മേനെ കൊമ്പ് കാണിക്കുമോ? മുടി അയച്ച തരട്ടെ തരട്ടെ കൈ തരട്ടെ. എന്താ സോഫ കിടക്കുന്നത്? സോഫയിലെന്താ കിടക്കുന്നത്? നീ അമ്മയെ തല്ലോ? കുറുമ്പ് കാണിക്കുമോ? അമ്മേനോട് കുറുമ്പ് കാണിക്കുമോ? കുറുമ്പ് കാണിക്കൂടി? കാണിക്കുമോ? കാണിക്കുമോ? അമ്മേനോട് കുറുമ്പ് കാണിക്കുമോ? പിങ്കി ചുട്ടു ആരെ പിങ്കിനെ തല്ലിയില്ലേ? ആരെ പിങ്കിനെ തല്ലിനെ? എൻ്റെ മാല എടുക്കട്ടെ, എൻ്റെ ലോക്കറ്റ് എടുക്കട്ടെ, എൻ്റെ ലോക്കറ്റ് എടുക്കട്ടെ, എൻ്റെ ലോക്കറ്റ് നമ്മുടെ സ്വത്താണ്. അതെ നമ്മുടെ സ്വത്താണ്, നമ്മുടെ സ്വത്തുട്ടിയാണ്. അതെ നമ്മുടെ സ്വത്താണ്. അല്ലെങ്കിൽ ഈ നമ്മുടെ സ്വത്തല്ല അല്ലാന്ന്, നീ നമ്മുടെ സ്വത്തല്ലാന്ന്. നീ എന്നല്ലേ? ഈയല്ല നമ്മുടെ സ്വത്ത്, നീ നമ്മുടെ സ്വത്തുട്ടിയ. അതാ ഈയാണ്. ബ്ലാക്കിയാണ്. ബ്ലാക്കിയാണ്, നീയല്ല. നീ നമ്മുടെ സ്വത്തല്ല, ബ്ലാക്കിയാണ് കേട്ടോ. അല്ല നീയല്ല, നീയല്ല ഈയാണ്. ഈ സ്വത്തുട്ടിയാണ്. അതെ നമ്മുടെ ബ്ലാക്കിയാണ്, നീയാണ്. ബ്ലാക്കി ഇതൊന്നല്ല അത്. നീ പോ, ബ്ലാക്കിക്ക് ഞാൻ കൊടുക്കുക, എനിക്ക് തരില്ല. ബ്ലാക്കി നന്ന ബ്ലാക്കി നന്ന നമ്മുടെ സ്വത്തൊന്നുമല്ല. അതെ ആണോ? അവൾക്ക് സങ്കടാവണു. സങ്കടാവണോ? ബ്ലാക്കിക്ക് കൊടുക്കണ്ടേ? അനക്ക് മതിയോ? അപ്പോ നമ്മുടെ സ്വത്തിന് തരാട്ടോ. ഇല്ല ഇല്ല ഇല്ല, നമ്മുടെ സ്വത്തിന് തരാട്ടോ. അവൾക്ക് സങ്കടായോ? സങ്കടായോ? തെറ്റിയോ? തെറ്റിയോ? അപ്പം നമ്മുടെ ഒന്നാം ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയുകയാണ്. തിരുവോണത്തിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ.